ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 121. നമ്മൾ ആസ്ട്രോണമി അല്ലെങ്കിൽ ഗ്രഹങ്ങളെ പറ്റിയും പ്രപഞ്ചഘടനയെ പറ്റിയെല്ലാം നോക്കുന്നത്. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് ചുരുക്കിയേ പറയുന്നുള്ളൂ. വിസ്തരിച്ച് നമുക്ക് വേദങ്ങളിൽ പ്രപഞ്ച സൃഷ്ടി തൊട്ട് പ്രപഞ്ചഘടനയെല്ലാം വിവരിക്കുന്നിടത്ത് നമ്മൾ വിസ്തരിച്ച് പറയും. വേദങ്ങളിൽ വളരെ ചുരുക്കിയേ പറയുകയുള്ളൂ. മറ്റേ പുരാണ കഥകളിലൂടെയെല്ലാമാണ് അതിനെ വിസ്തരിച്ച് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് പിന്നീട് കാണാം. ഇവിടെ ചുരുക്കി പറയുകയാണ്. വേദങ്ങളിൽ അങ്ങനെ ചുരുക്കി പറയാനേ പറ്റുള്ളൂ. കാരണം വിസ്തരിച്ച് പറയേണ്ടെങ്കിൽ ഇതൊന്നും തീരുമില്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഋഗ്വേദം. അതിലെല്ലാം വിസ്തരിച്ചതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചുരുക്കി പറയും. ബാക്കിയുള്ളതെല്ലാം പുരാണങ്ങളിൽ നിന്നോ ഉപനിഷത്തുക്കളിൽ നിന്നോ എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം സൂക്തം 164-10. ഋഷി ദീർഘതമസ്, ദേവത വിശ്വദേവന്മാർ, ഛന്ദസ്, ദൃഷ്ടുപ്പ്, ജഗതി തുടങ്ങിയവ. തിസ്രോ മാതൃസ് സ്ത്രീൻ പിതൃൻ ബിഭ്രദേക ഊർധ്വസ്തസ്തൗ നേമേവ ഗ്ലാപയന്തി മന്ത്രയന്തേ ദിവോ അമുഷ്യ പൃഷ്ഠേ വിശ്വവിദം വാചം അവിശ്വം ഇന്വാം. ഈ സൂര്യൻ 3 അമ്മമാരെയും 3 പിതാക്കന്മാരെയും വഹിച്ചുകൊണ്ട് ഉച്ചസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സൂര്യൻ 3 അമ്മമാരെയും 3 പിതാക്കന്മാരെയും വഹിച്ചുകൊണ്ട് ഉന്നതിയിൽ നിൽക്കുന്നു. അപ്പം 3 സൂര്യനെയും കൂട്ടിയിട്ട് 7, 3 സൂര്യനും 7. പിന്നെ രാഹു കേതുവുണ്ട്. അപ്പം 3 അമ്മമാരെയും 3 പിതാക്കന്മാരെയും എന്ന് പറയുന്നത് 6 ഗ്രഹങ്ങളിൽ സൂര്യനെ കഴിച്ചിട്ട്, സൂര്യൻ കഴിഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, ബുധ, ശുക്ര, കുജ, ഗുരു, ശനി, 6. ഇതിൽ 3 പുരുഷഗ്രഹങ്ങളും ജ്യോതിഷപ്രകാരമാണ്. ഇപ്പം സൂര്യനെല്ലാം പുരുഷഗ്രഹമായിട്ടാണ് എടുക്കുക. വ്യാഴം പുരുഷഗ്രഹമാണ്, ശുക്രൻ ശ്രീഗ്രഹമാണ്, ചന്ദ്രൻ ശ്രീഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെ 3 പുരുഷഗ്രഹങ്ങളായിട്ടും 3 സ്ത്രീഗ്രഹങ്ങളായിട്ടുമാണ് വേർതിരിച്ചിരിക്കുന്നത്. അത് ജ്യോതിഷം അറിയുന്നവർക്ക് അറിയാം. അതായത് അപ്പോൾ ഇതില് നമ്മള് ചന്ദ്രനെയെല്ലാം കൂട്ടുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്താണ് ചന്ദ്രനെ ഇവിടെ ജ്യോതിഷത്തിൽ കൈകാര്യം ചെയ്യുക. സൂര്യ, ചന്ദ്ര, ബുധ, ശുക്ര, കുജ, ഗുരു, ശനി. ഭൂമി പെടില്ല. ഭൂമിക്ക് പകരം ചന്ദ്രനെയാണ് എടുക്കുന്നത്. നമ്മൾ ഗോളങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിൽ ഗോളമായിട്ടുള്ളതിനെയാണ് ഗ്രഹമായിട്ട് എടുക്കുന്നത്. അത് ഭൂമിക്ക് ചുറ്റിയത് ആയാലും സൂര്യന് ചുറ്റുന്ന ആയാലും എല്ലാത്തിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഭൂമി എടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമിയിലാണ് നമ്മളുള്ളത്. നമ്മളെ വിത്ത് റെസ്പെക്ട് നമ്മളാണ് എല്ലാത്തിനെയും വിലയിരുത്തുന്നത്. അപ്പം ഭൂമിയെ ഒഴിവാക്കിയിട്ട് ഭൂമിയുടെ സ്ഥാനത്ത് ചന്ദ്രനാണ് കയറി വരുന്നത്. അപ്പം അങ്ങനെ ഉള്ള 7 രാഹു കേതു ഒഴിവാക്കിക്കൊണ്ട് സൂര്യൻ കഴിച്ചിട്ട് 3 സ്ത്രീഗ്രഹങ്ങളും 3 പുരുഷഗ്രഹങ്ങളുമാണ്. അപ്പോൾ ഏകദേശമായ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നത്. പക്ഷെ ഇവിടെ പ്രത്യേക ചിന്തിക്കേണ്ടത് നമ്മളുള്ള ഭൂമിയെ അടിസ്ഥാനമാക്കിയാണ് മറ്റുള്ള ഗോളങ്ങളെയാണ് എടുക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് പകരം ചന്ദ്രനെയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ജ്യോതിഷം എന്തുകൊണ്ടാണ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ജ്യോതിഷത്തിൻ്റെ പിന്നിലുള്ള സയൻസ് നമ്മൾ പിന്നീട് വേദത്തിലൂടെ തന്നെ നോക്കും. വേദം പറഞ്ഞു തരുന്നുണ്ട്.
ഇപ്പൊ സൗരയൂഥത്തിൽ 7 ഉണ്ട്. ഭൂമി എടുക്കുകയാണെങ്കിൽ ചന്ദ്രൻ ഉപഗ്രഹമാണ്. അല്ലാതെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി കേന്ദ്രമായിട്ട് ചന്ദ്രനെ എടുക്കും. പിന്നെ നമ്മൾ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നെല്ലാം പറയുന്നത് അതൊന്നും നമ്മളെ ശനിയാണ് പരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്തുള്ളതെല്ലാം എപ്പോൾ പോവുകയും ചെയ്യുക, വരികയും ചെയ്യുക. അതിന് വലിയ സ്വാധീനം നമ്മളിലില്ല. ഇപ്പം സ്വാധീനമുള്ളതിനെ എടുക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിടുന്ന ബഹിരാകാശ നിലയങ്ങളെയെല്ലാം അവിടെയും കൊണ്ട് വിട്ടിട്ടുണ്ട്. അതിനെയെല്ലാം ജ്യോതിഷത്തിൽ കയറ്റി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ശനിക്ക് ശേഷമുള്ളതിനെ ശനിയായിട്ടാണ് പരിധിയായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ളതിനെ നമ്മളെ സ്വാധീനിക്കുന്ന കുറവായത് കൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സൗരയൂഥത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഘടന തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതിലെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം എങ്ങനെയാണ് അവിടെ കിടക്കുന്നത്? ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റുമുള്ള ഈ നവഗ്രഹങ്ങൾ തന്നെ പറയാം. അതവിടെ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യമാണ് അടുത്തതിൽ പറയുന്നത്. അതെന്താണ്? യജുർവേദം അധ്യായം 34 മന്ത്രം 31. ഋഷി ഹിരണ്യസ്തൂപ ദേവതാ സൂര്യ ചന്ദഃ വിരാട് ദൃഷ്ടുപ് സ്വരക ദൈവതഃ ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിവേശയൻ അമൃതം മർത്യം ച ഹിരണ്യേന സവിതാരഥേന ദേവോയാതി ഭുവനാനി പശ്യൻ. സൂര്യനാണ് ഗോളങ്ങളെ പരസ്പരം ആകർഷിച്ച് നിർത്തുന്നത്. ആ ആകർഷണ ശക്തിയിലാണ് പരിക്രമണവും ആവർത്തിക്കപ്പെട്ട് സൗരയൂഥം നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യനാണ് ഗോളങ്ങളെ പരസ്പരം ആകർഷിച്ച് നിർത്തുന്നത്. അപ്പം സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗോളങ്ങളെ ആകർഷിച്ച് നിർത്തുന്നുണ്ട്. പക്ഷെ ആകർഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തിനറിയാം അത് സൂര്യനിൽ പോയി വീണു പോകും. അപ്പം ആകർഷണം അവിടെയുണ്ട്. ആകർഷണ ബലം കൊണ്ടാണ് അതവിടെ നിൽക്കുന്നത്. പക്ഷെ ആകർഷണ ബലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആകർഷിച്ച് സൂര്യനിൽ ഈ ഗ്രഹങ്ങളെല്ലാം പോയി വീണു പോവുകയായിരുന്നു. അതുകൊണ്ട് എന്തു പറയുന്നു? സൂര്യനാണ് ഗോളങ്ങളെ പരസ്പരം ആകർഷിച്ചു നിർത്തുന്നത്. ആ ആകർഷണ ശക്തിയാലാണ് പരിക്രമണവും ആവർത്തിക്കപ്പെട്ട്. അപ്പൊ ആ ആകർഷണ ശക്തിയെ മറികടക്കാൻ എന്തുണ്ട്? അത് പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രഹങ്ങൾക്ക് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുമ്പോൾ അതിൽ നിന്നും തെറിച്ചു പോകുന്ന ഒരു ശക്തിയുണ്ട്. അപ്പം പരിക്രമണം കൊണ്ടാണ് ഈ ആകർഷണത്തെ ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മളൊരു കല്ലെടുത്ത് ഒരു കയറ് കെട്ടി കയറിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ അത് അവിടെ കിടന്ന് ചുറ്റുന്നത് കയറിലൂടെ നമ്മൾ തെറിച്ചു പോകാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ചുറ്റുന്നില്ല എങ്കിൽ ആ ചുറ്റുന്ന ശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ കല്ലിട്ടൊല്ലി നമ്മളെ കൈമേൽ വന്ന് വീഴും. നൂലില് ഒരു കയറിൽ കല്ല് കെട്ടിയിട്ട് ഒരറ്റം വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കുമ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വീഴില്ല. പക്ഷെ കറക്കം കുറച്ച് കുറഞ്ഞാൽ കല്ല് നമ്മളെ കൈമേൽ വന്ന് വീഴും. അതാണ്. അപ്പം കറങ്ങുന്നില്ലെങ്കിൽ വീണു പോകും. അതാണ് നേരത്തെ പറഞ്ഞ ആകർഷണ ബലം കൊണ്ട്. ഇവിടെ കല്ല് പോകുന്നത് ഭൂമിയിലേക്കാണ്. ഭൂമി ആകർഷിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല കൈ ആകർഷിക്കുന്നുണ്ടല്ല. പക്ഷെ സൂര്യൻ ആകർഷിക്കുന്നുണ്ട്, സൂര്യനിൽ വീണു പോകും. പക്ഷെ കറങ്ങുന്നത് കൊണ്ട് എന്താ പറ്റുന്നത്? ഒരു ശക്തി പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. നമ്മളൊരു കല്ലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കല്ല് പുറത്തേക്ക് തെറിക്കും. അപ്പം ചുറ്റുന്നതിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അപ്പം ഗ്രഹങ്ങൾ ചുറ്റുമ്പോൾ പുറത്തേക്കൊരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്, സൂര്യൻ അതിനെ പിടിച്ചു വലിക്കുന്നുമുണ്ട്. ഇത് രണ്ടും തുല്യമായത് കൊണ്ടാണ് ആ സ്ഥലത്ത് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ സൂര്യനാണ് ഗോളങ്ങളെ പരസ്പരം ആകർഷിച്ച് നിർത്തുന്നത്. ആ ആകർഷണ ശക്തിയാലാണ് പരിക്രമണവും ആവർത്തിക്കപ്പെട്ട് സൗരയൂഥം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് സൗരയൂഥം ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്നത്. എന്ത് 7 ഗ്രഹങ്ങൾ വേണ്ടി മറ്റേനും കൂട്ടിക്കോളും. പക്ഷെ ജ്യോതിഷത്തിൽ അതിനെ കൂട്ടില്ല. യുറാനസ്, നെപ്റ്റ്യൂൺ എല്ലാം കൂട്ടിക്കോളും. അതെല്ലാം ആ സൗരയൂഥത്തിൽ അങ്ങനെ നിറഞ്ഞിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ആകർഷണം കൊണ്ടും
ആ ചുറ്റുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന ഒരു ബലം കൊണ്ടും ഇത് രണ്ടും തുല്യമാകുമ്പോഴാണ് നടുവിൽ കിടന്ന് ചുറ്റുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾ അവിടെ ചുറ്റുന്നതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു തന്നു.